നമസ്കാരം. മാധ്യമജാലകത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നു. പുതിയ കാലത്ത് എപ്പോഴും എല്ലാവരും അതിന്റെ ഉപഭോക്താക്കളുമാണ്. വിവിധങ്ങളായ മാർഗങ്ങളിലാണെന്നു മാത്രം. അതുകൊണ്ട് തന്നെ സ്കൂപ്പ് വാർത്തകളുടെ പ്രസക്തി പോലും ഇല്ലാതായെന്നും പറയാം. ഇതിനെല്ലാം ഇടയിലും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരക്കിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ പൊതുവെ പുലർത്തുന്ന മിതത്വം ശ്രദ്ധിക്കപ്പെടാതെ പോവരുത്. അഭിനന്ദനാർഹമായ ഒരു കാര്യമാണത്. മാധ്യമ വിചാരത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നു, വാർത്തയ്ക്ക് ആധാരമായി തീരുന്ന സംഭവം ഏത് സമയത്തും എവിടെയും ഉണ്ടാകാം. അപ്രതീക്ഷിതമായി പൊടുന്നനെ സംഭവിക്കുന്ന ഒന്നാണ് വാർത്ത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ആഴ്ച അപ്രകാരം അനുഭവിച്ചറിഞ്ഞ് പ്രയാസപ്പെട്ട ഒരു വാർത്താ സംഭവമാണ് ചെങ്കോട്ടയിലെ സ്ഫോടനം. ചെങ്കോട്ട സ്ഫോടനമെന്ന് ചെങ്കോട്ട അതിനടുത്തായതുകൊണ്ട് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. പണ്ട് പത്രം മാത്രമുള്ള കാലമായിരുന്നെങ്കിൽ ഏതൊരു സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നതിന് 24 മണിക്കൂർ പരമാവധി സമയം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാം നമുക്ക് തത്സമയം കാണണം, തത്സമയം അറിയണം, തത്സമയം അനുഭവിക്കണം എന്ന അവസ്ഥയാണ്. അതാണ് ടെലിവിഷന്റെ വരവോടെ വാർത്താ രംഗത്ത് സംഭവിച്ച അതിമഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ചെങ്കോട്ടയിൽ സംഭവിച്ചത് നിമിഷങ്ങൾക്കകം നമ്മൾ കണ്ടു, കേൾക്കുകയല്ല കണ്ടു. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. എത്രമാത്രം പ്രയാസപ്പെട്ടാണ്, സാഹസികമായാണ് നമ്മുടെ യുവ റിപ്പോർട്ടർമാർ അവിടെ എത്തിച്ചേർന്നതും അവിടെ നിലയുറപ്പിച്ചതും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതും എന്നൊക്കെ നമ്മൾ കണ്ടു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അവരോട് നല്ല വലിയ തോതിലുള്ള ബഹുമാനം തോന്നാറുണ്ട്. കാരണം അവർ ലോകത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ, നമ്മുടെ കണ്ണും കാതുമായി മാറുകയാണ്. ഇവിടെ നിന്ന് അവർക്ക് ആ സമയത്ത് അത്രയും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നത് എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പരിശീലനത്തിന്റെ പ്രത്യേകത അതാണ്. പക്ഷേ ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. വാർത്ത അറിയുന്നതിനുള്ള ഒരു തിടുക്കത്തിൽ, ആവേശത്തിൽ ആയിരിക്കാം ചില റിപ്പോർട്ടർമാർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഡൽഹി പോലീസ് കമ്മീഷണറോട് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം നമ്മൾ കണ്ടു. അതിന് ഉത്തരം പറയാനല്ല അദ്ദേഹം അവിടെ ആ സമയത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു പോലീസ് കമ്മീഷണറെ തടഞ്ഞു നിർത്തി ചാനൽ മൈക്ക് നീട്ടി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊരു അനൗചിത്യം ഉണ്ട്. എന്തും ചോദിക്കാം. പക്ഷെ ചോദിക്കുന്നതിനും ഉത്തരം പ്രതീക്ഷിക്കുന്നതിനും ചില സമയങ്ങൾ ഉണ്ട്. അതുകൂടി പാലിക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടത്, നമ്മുടെ ചാനൽ ക്യാമറകൾ മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതറി അവയവങ്ങളും മാംസകഷ്ണങ്ങളും തെരുവിൽ കിടക്കുന്ന ആ കാഴ്ച അതവർക്ക് കാണാൻ, അതിന് നടുക്ക് നിന്നുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പ്രേക്ഷകരെ കാണിക്കാതിരിക്കുന്നതിനുള്ള ഔചിത്യം അവർ കാണിക്കുകയുണ്ടായി. അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എത്രമാത്രം റിപ്പോർട്ടിങ് ആകാം എന്നുള്ളത്. പണ്ട് ഡെയിലി മിറർ എന്ന ലണ്ടൻ പത്രത്തിന്റെ പത്രാധിപർ ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ പത്രത്തിന്റെ 1-ാം പേജിൽ ഇത്തരം ചിത്രങ്ങൾ ഞാൻ നൽകില്ല എന്ന്. അദ്ദേഹം കാരണം പറഞ്ഞു, ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് മൈ റീഡേഴ്സ് എന്നാണ്. ചില കാര്യങ്ങൾക്ക് ഒരു അപവാദമായ ചില സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി മരിച്ചു വീഴുകയല്ല, അങ്ങനെ ചിന്നിച്ചിതറി വീണ, ആർക്കും കാണാൻ കഴിയാത്ത ആ ഒരു സന്ദർഭം, ബീഭത്സത എന്നൊക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് പ്രസിദ്ധപ്പെടുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആലോചന വന്നപ്പോൾ ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈൻ പത്രാധിപന്മാർ പ്രസിദ്ധപ്പെടുത്തി എന്ന് മാത്രമല്ല, കളർ ചിത്രങ്ങൾ തന്നെ പ്രസിദ്ധപ്പെടുത്തി. അവിടെ അതിൽ പറഞ്ഞ ന്യായം, അതിൻ്റെ ഭീകരത അത് ഞങ്ങൾ വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് ഇതല്ലാതെ മറ്റ് മാർഗം ഇല്ല എന്നായിരുന്നു. അപ്പൊ അങ്ങനെയും ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഈ ചെങ്കോട്ടയിലെ
അതിദാരുണമായ ഈ ദൃശ്യങ്ങൾ പറയേണ്ടത് പറഞ്ഞും വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നത് വാക്കുകൾ കൊണ്ട് വിവരിച്ചും ക്യാമറകളിലൂടെ കാണിക്കാവുന്നത് ക്യാമറയിലൂടെ കാണിച്ചും വലിയ തോതിലുള്ള ഔചിത്യവും സംയമനവും നമ്മുടെ റിപ്പോർട്ടർമാർ പ്രകടിപ്പിച്ചു എന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ വാർത്ത എപ്പോഴും എങ്ങനെയും സംഭവിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താറുള്ള ഒരു കാര്യം, രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്. വളരെ രഹസ്യത്തിൽ ആയിരുന്നു അന്ന് ഹിറ്റ്ലർ തന്റെ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരുന്നത്. ജർമ്മനി പോളണ്ട് അതിർത്തിയിലുള്ള ആ തെരുവ് മുഴുവൻ ടെർപോളിൻ ഷീറ്റിട്ട് കെട്ടി മറച്ചിരിക്കുകയാണ്. ഹൈവേയിലൂടെ പോകുന്നവർക്ക് അപ്പുറത്ത് നടക്കുന്നത് എന്തെന്ന് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു വനിതാ റിപ്പോർട്ടർ, ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ലാത്ത, യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു വനിതാ റിപ്പോർട്ടർ, ക്ലെയർ ഹോളിംഗ്വർത്ത് ഡെയിലി ടെലഗ്രാഫ് പത്രത്തിൽ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവുമില്ല, പ്രാപ്തിയുമില്ല. പക്ഷേ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ, റൊട്ടിയും പാലും മറ്റുമൊക്കെ വാങ്ങിച്ച് ശേഖരിക്കുന്നതിന്, അത് അതിർത്തിക്കപ്പുറത്ത് ചെന്നാൽ വില കുറച്ച് കിട്ടും, അതാണ് ആകർഷണം. അതിനുവേണ്ടി വളരെ ലീഷേളിയായി കാറോടിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ടെർപോളിൻ മറ കാറ്റിൽ ഇളകി ആ വിടവിലൂടെ ക്ലെയർ ഹോളിംഗ്വർത്ത് കണ്ടത് അപ്പുറത്ത് നിരനിരയായി നൂറുകണക്കിന് എന്ന് പറഞ്ഞാൽ പോലെ ആയിരക്കണക്കിന് യുദ്ധ ടാങ്കുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതെ, ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ. പക്ഷെ ആ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി. അവിടെ ഈ അതിർത്തിയിലേക്ക്, ജർമ്മനി പോളണ്ട് അതിർത്തിയിലേക്ക് ജർമ്മൻ ടാങ്കുകൾ നീങ്ങുന്നുണ്ടെങ്കിൽ, ഇത്ര രഹസ്യമായി നീങ്ങുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം എല്ലാവരും ആകാംക്ഷയോടെ ആകുലതയോടെ കാത്തിരുന്ന ആ നിമിഷം സമാഗതമായിരിക്കുന്നു. അതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭം എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. അത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വാർത്താ സ്കൂപ്പുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ആ ക്ലെയർ ഹോളിംഗ്വർത്ത് ഏതാണ്ട് 4-5 വർഷം മുമ്പാണ് മരിച്ചത്. ഒരു മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് സാഫല്യമുളവാക്കുന്ന ഒരു സന്ദർഭം, അത് ഏത് സമയത്ത് എപ്പോൾ ഏത് രൂപത്തിൽ വീണ് കിട്ടും എന്ന് പറയാൻ കഴിയില്ല. സദാ സന്നദ്ധരായിരിക്കുക, അതിനപ്പുറം ഒന്നും പറയാൻ കഴിയില്ല. അത് സംഭവിക്കുമ്പോൾ ആ അവസരം കയറിപ്പിടിച്ച് പ്രയോജനപ്പെടുത്തി അത് ലോകശ്രദ്ധ ആകർഷിക്കുന്ന വാർത്തയാക്കി മാറ്റാൻ കഴിയുന്നവർ, അവർ ഭാഗ്യവാന്മാർ. കാരണം അവർക്കുള്ളതാണ് എല്ലാ അംഗീകാരവും. പക്ഷെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് സ്കൂപ്പ് എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ലാത്ത രീതിയിൽ ടെലിവിഷൻ ചാനലുകളിലെ തത്സമയ സംപ്രേഷണവും ഇതര മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള യൂട്യൂബിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, പണ്ട് പത്രങ്ങളുടെ ആധിപത്യകാലത്ത് റിപ്പോർട്ടർമാർ സ്കൂപ്പ് തേടിപ്പിടിക്കുന്നത് പോലെ സ്കൂപ്പിന് ഉള്ള സ്കോപ്പ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള IMFKയിലെ പ്രധാന സെഷനുകളിൽ ഒന്നായിരുന്നു AI at ന്യൂസ്, കൃത്രിമ ബുദ്ധിയുടെ വെളിച്ചത്തിൽ വാർത്തകൾ എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ച. ദൃശ്യമാധ്യമ പ്രവർത്തകനും മാധ്യമ പരിശീലകനും എഴുത്തുകാരനുമായ S. ബിജു മോഡറേറ്ററായ ചർച്ചയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MG രാധാകൃഷ്ണൻ, AI പരിശീലകനും പ്രയോക്താവുമായ ഷിജു സദൻ, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ മാളോജി എന്നിവർ പങ്കെടുത്തു. എന്താണ് നിർമ്മിത ബുദ്ധി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. വലിയ ഡാറ്റാ സെറ്റ്സ്, ഇപ്പോൾ ഒരു ബഡ്ജറ്റ്, ഇപ്പം നമ്മളൊക്കെ നിയമസഭ ബഡ്ജറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ കനപ്പെട്ട പുസ്തകങ്ങളാണ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തതിൻ്റെ കൂടെ വരുന്നത്. ബഡ്ജറ്റ് സ്പീച്ച് മാത്രമല്ല, അതിൽ നിന്ന് ഡാറ്റ, ഞാനൊക്കെ നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി അന്നത്തെ ബുള്ളറ്റിനുകളിൽ കൊടുക്കുക എന്ന് പറയുന്ന പ്രയാസമാണ്. പക്ഷേ ഇപ്പം ഈ AI പോലുള്ള സമ്പ്രദായങ്ങൾ വന്നിട്ട് അത് മുഴുവൻ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ PDF ആയാലും ഏത് ഫോർമാറ്റിലാണെങ്കിലും അത് സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇപ്പം അത് പരിണമിച്ചിരിക്കുന്നു. അപ്പം അത് ഒരു തരത്തിൽ തെറ്റൊന്നും പറയാനില്ല, കാരണം AI ഒരു നല്ല സാധ്യതകളാണ്. പക്ഷേ എല്ലാ സ്റ്റോറിയും ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിലൊക്കെ ആണെങ്കിൽ എല്ലാ സ്റ്റോറികളും തന്നെ
AP അടക്കമുള്ള, ബ്ലൂംബർഗ് അടക്കമുള്ള, റോയിട്ടേഴ്സ് അടക്കമുള്ളവരുടെയൊക്കെ ബിസിനസ് സ്റ്റോറികളിലെ ബഹുഭൂരിപക്ഷവും AI ജനറേറ്റഡ് സ്റ്റോറീസാണ്. ചില നല്ല പത്രങ്ങളുമൊക്കെ അതിനെ പിന്നെ ഒരു ഹ്യൂമൻ ടച്ചിൽ കൂടെ കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പം ഇതൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിയായ ഒരു രീതിയിലാണോ? ഒന്നാമത് ഈ അൽഗോരിതം ഈസ് ഒപ്പീനിയൻ കോഡഡ് എന്ന് പറയാറുണ്ട് അല്ലേ? അൽഗോരിതം ഉണ്ടാക്കുന്നവൻ്റെ ബയസ് അതിനകത്തുണ്ട്. അപ്പം നമ്മളുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു സംഭവത്തിന് വിറ്റ്നസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോറി റീഎഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടേതായ ഒരു പെർസെപ്ഷൻ അതിനകത്ത് കൊണ്ടുവരണം. വാർത്തയുടെ കാര്യത്തിൽ മാത്രമല്ല, വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റിൽസും ഇമേജസും എല്ലാം വളരെ ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ ഉള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം മിഡ് ജേണിയും ക്ലിങ് AI ഒക്കെ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്ത തൊഴിലിനെ ബാധിക്കും. അതൊരു സമൂഹത്തിൽ മറ്റെല്ലാ മേഖലയിലും ഉണ്ടാക്കുന്ന ഡിസ്ട്രപ്ഷൻ പോലെ ഇതും ബാധിക്കും. ഇതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ പാനലിസ്റ്റുകളിലേക്ക് പോവുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഒരു ജേർണലിസ്റ്റിന്, ഇപ്പം ഒരുപാട് ജേർണലിസ്റ്റ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ പ്രോംപ്റ്റ് ചോദ്യങ്ങൾ, ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ എന്നാണ്. അല്ലെങ്കിൽ BBC-കാർ ആപ്തവാക്യം നെവർ സ്റ്റോപ്പ് ആസ്കിങ് എന്നാണ്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ജേർണലിസത്തിൽ നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടുന്നത്, ആവർത്തിച്ച്. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ അതേ സമ്പ്രദായമാണ്, കൃത്യം ചോദിക്കേണ്ടതുണ്ട്. അപ്പം ഈ സങ്കേതങ്ങൾ മനസ്സിലാക്കുക. അതേസമയം ഫാക്ട്സ് ആർ സീക്രട്ട്. ഇതിൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞാണ്, നമ്മളുടെ ഇതെല്ലാം ചെയ്യുകയാണെങ്കിലും ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ചെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നമ്മൾ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എയുടെ ഒരുപാട് ചർച്ചകളും വ്യാജ ന്യൂസും ജനറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരെ ചർച്ചകളിലേക്ക് തുടരാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നലെ വരെയുള്ള ഘട്ടം അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ് എന്ന് കരുതിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതുവരെ പോയിരുന്നെങ്കിൽ ഇന്ന് അതല്ല. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI എന്നും കൂടെ വരുന്നതോടുകൂടി ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സൃഷ്ടിക്കപ്പെട്ട യന്ത്രം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആ യന്ത്രം തന്നെ തീരുമാനിക്കും. നമ്മുടെ ഒന്നും സഹായം വേണ്ട, നമ്മുടെ ഇടപെടൽ വേണ്ട, നമ്മുടെ മേൽനോട്ടം വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു രൂപവുമില്ല എന്നുള്ളതാണ് ഈ പ്രതിഭാസം ഉയർത്തുന്ന, മനുഷ്യന് മുന്നിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം, ഏറ്റവും വലിയ ഭീഷണി. ഇതിൻ്റെ പ്രയോജനങ്ങൾ, ഗുണഗണങ്ങളൊക്കെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് മനുഷ്യന് ചിന്തിക്കാൻ പോലും ആവാത്ത പ്രയോജനങ്ങളാണ് എല്ലാ രംഗത്തും. ആരോഗ്യത്തിൻ്റെ രംഗത്ത്, വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത്, പൊതുഗതാഗതത്തിൻ്റെ രംഗത്ത്, അങ്ങനെ എണ്ണമറ്റ ഒരു പട്ടികയാണത്. മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രയോജനങ്ങൾ ഒരു വശത്ത്. ഒരു മറുവശം എന്താണെന്നുള്ളതാണ് ഇന്ന് വാസ്തവത്തിൽ എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത്. ഇന്ന് ഭയം ഉയർത്തുന്നത് ജോലി നഷ്ടപ്പെടുന്നവരല്ല, ജോലി നഷ്ടപ്പെടുന്നുള്ള മറ്റൊരു സത്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എല്ലാ ചർച്ചകളിലും ഏറ്റവും വരുന്നത് 30 കോടി ജോലി ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ നഷ്ടപ്പെടാൻ പോകുന്നത്. എല്ലാ തരം പണിജോലികളും ഒരു 50%, 60%, അല്ല 90% പോലും ഇല്ലാതാവുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു വശം. പക്ഷേ ഇന്ന് അതിനേക്കാട്ടിലും വലിയ ഭയം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടാക്കൾ തന്നെ ഉയർത്തുന്ന വലിയ ഭയങ്ങളാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് കേട്ട് കാണും, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നവളാണ് ജെഫ്രി ഹിൻറ്റൺ എന്ന് പറയുന്ന ഒരു കനേഡിയൻ, ഗൂഗിൾ ജോലി ചെയ്തിരുന്ന ആൾ. അയാളാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ന്യൂറൽ നെറ്റ്വർക്ക് മുതലായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്, നടപ്പാക്കിയത്. 75 വയസ്സുണ്ട്. അദ്ദേഹം ഗൂഗിളിൽ നിന്ന് രാജിവെച്ചു 75 വയസ്സിൽ. അവിടെ രാജിവെക്കാൻ 75 വയസ്സായാലും ജോലി ചെയ്യുന്ന മനുഷ്യൻ, ഇദ്ദേഹത്തിനെ പോലെ അത്ഭുതകരമായ വിസ്മയകരമായിട്ടുള്ള ബുദ്ധിയുള്ളൊരു മനുഷ്യൻ രാജിവെച്ചത് ഒരൊറ്റ കാര്യം ഭയന്നാണ്. ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെയാണ് ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ അപകടത്തിലേക്ക് വലിയ മഹാദുരന്തത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഭയം കാരണം എനിക്കിനി ഈ ജോലി തുടരാൻ വയ്യ എന്ന് പറഞ്ഞ് രാജിവെച്ച ജെഫ്രി ഹിൻറ്റൺ ആണ്. ഇതിന് പുറമെ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ
കമ്പനിക്കാർ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പനി ഉടമകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്തകർ തന്നെ ഒരു വലിയ സംഘം ഇന്ന് ഒപ്പിട്ട് നിവേദനം കൊടുത്തിരിക്കുകയാണ്. 6 മാസത്തേക്കെങ്കിലും നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് നടത്തുന്ന ChatGPT-4 ശേഷം നടത്തുന്ന ഒരു അന്വേഷണത്തിലും ഒരു ഗവേഷണത്തിലും എല്ലാ ഗവേഷണവും ഇപ്പോൾ ഉടനെ മരവിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഒപ്പിട്ടവരിലെ പ്രധാനി ആരാണെന്നറിയാം? ലോൺ മസ്ക് മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെ. ഇപ്പോൾ സുന്ദർ പിച്ചൈ എന്ന് നമുക്കറിയാവുന്ന ഇന്ത്യക്കാരനായ ആൾ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഈ ഞങ്ങളുടെ ഈ ബാർഡ് ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്. യുദ്ധരംഗത്തും മാധ്യമരംഗത്തുമാണ് ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള, ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഉപയോഗത്തിന് ഏറ്റവും വലിയ സാധ്യത തുറക്കുന്ന 2 മേഖല എന്നാണ് ജെഫ്രി ഹിൻടൺ പറയുന്നത്. മാധ്യമരംഗത്ത് ഒരുപാട് പ്രയോജനങ്ങൾ മറ്റേതെങ്കിലും രംഗത്തുമുള്ള പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളൊരു ചോദ്യം ചോദിച്ച് തീരണ്ട, അതിനു മുമ്പ് ലോകത്ത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളൊരു 10 പോയിന്റ് മാത്രം എഴുതി കൊടുത്താൽ അതിഗംഭീരമായ ഒരു റിപ്പോർട്ട് അപ്പോൾ തന്നെ തയ്യാറാക്കാൻ അര സെക്കൻഡ് വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക വിദ്യകളുടെ സൗകര്യങ്ങൾ നമുക്കൊരുപാടുണ്ട്. എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നു, എങ്ങനെ നിങ്ങൾ എഴുതുന്നു, എങ്ങനെ നിങ്ങൾ ഭാഷ പ്രയോഗിക്കുന്നു, ഇതെല്ലാം നിങ്ങൾ അതിൻ്റെ ന്യൂസ് സെൻസ് കണ്ടുപിടിക്കുന്നു. ഇതിനൊന്നും ഇന്നിപ്പോൾ മനുഷ്യരുടെ സഹായമേ ആവശ്യമില്ല. ജേർണലിസ്റ്റുകളാവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് നിങ്ങൾ സംഭാവന ചെയ്യാൻ പോകുന്നതെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മുമ്പിലുള്ള ചോദ്യം. അതിനൊരുപാട് അനുകൂലമായി പറയുന്നവർ നിങ്ങളുടെ ആ ശുദ്ധമായ ക്രിയേറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ളൊരു അവസരം ഒരുങ്ങും. നിങ്ങൾ ഭാഷയെപ്പറ്റി ബോധർ ചെയ്യേണ്ട, സോഴ്സസിനെ പറ്റി ബോധർ ചെയ്യേണ്ട എന്നൊക്കെ ശരിയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ചെയ്യാം. പക്ഷേ അതുപോലെ എനിക്ക് തോന്നുന്നു കാലഹരണപ്പെടുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽസ് അതിലും മനോഹരമായി ചെയ്യാൻ കഴിയുന്ന ഒരു അൽഗോരിതം വന്നുകൂടായികയില്ല. അതൊക്കെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടെയാണ് ഇത്. ഇന്ന് വരെ ഉള്ള ഭയമല്ല. പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ യു ഹാവൻറ്റ് സീൻ എനിത്തിങ് യെറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു, നിങ്ങൾ അറിയുകയോ നിങ്ങൾ ചിന്തിക്കാനോ നിങ്ങൾക്ക് ഭാവന ചെയ്യാനോ കഴിയുന്നതിന് അപ്പുറത്തുള്ള സാധ്യതകളും വെല്ലുവിളികളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ ഇന്ന് വരെയുള്ള ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാനാവും? അതുകൊണ്ടാണ് ജേർണലിസത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ പ്രധാനപ്പെട്ട ചിന്തകരെല്ലാം നിയമങ്ങൾക്ക്, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധിച്ച് ഒരു ആക്ട് കൊണ്ടുവന്നു. ഒരുപക്ഷെ ഈ വിഷയത്തിലുള്ള ഏറ്റവും സമഗ്രമായ എങ്ങനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ അപകടം നമ്മൾ ഒരു വശം ഈ പറഞ്ഞു, മറുവശത്ത് ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സമൂഹം എല്ലാത്തരം നിയന്ത്രണങ്ങൾക്കും അതീതമായി നിയന്ത്രണങ്ങളെയും ലംഘിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും ടെക്നോളജി അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് ടൂൾസ് നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. ഈ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജിയുടെ വരവോടുകൂടിയാണ് മനുഷ്യൻ കുറച്ചും കൂടെ അടുത്തൊരു പടിയിലേക്ക്, അഡ്വാൻസ്മെൻറ്റിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന മനുഷ്യനേക്കാൾ ചിന്തിക്കുന്ന, മനുഷ്യനേക്കാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ടെക്നോളജി വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും അതിൽ ഉത്കണ്ഠാകുലരാകേണ്ടതുണ്ട്. കണ്ടൻറ് ക്രിയേഷനിൽ, റിപ്പോർട്ടിങ്ങിലാകട്ടെ, റൈറ്റിങ്ങിലാകട്ടെ, വീഡിയോ ഉണ്ടാക്കുന്നതിലാവട്ടെ, ഈവൻ പാട്ടുകൾ ഉണ്ടാക്കുന്നതിലാവട്ടെ, അവിടെയെല്ലാം പ്രോംപ്റ്റ് എൻജിനീയറിംഗ് വഴി നമ്മൾ കൃത്യമായി പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കണ്ടൻറ്റും നമുക്ക് കമ്പ്യൂട്ടർ എഴുതി തരും. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ജേർണലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറിൻ്റെ സ്ഥാനം ഭാവിയിൽ? നമ്മൾ പ്രോംപ്റ്റ് എൻജിനീയറിംഗ് വഴി കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, തോട്ട് പ്രോസസ്സ് അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം കമ്പ്യൂട്ടറായി പോകുന്നു. നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ആ ഒരു എസൻസ് നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ശേഷി കുറച്ച് കുറയും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കണ്ടൻറ് എഴുതുകയാണെങ്കിൽ കൂടിയും
നിങ്ങൾക്ക് ആ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൽ അതിനേക്കാളിലും ഉള്ള ഒരു ക്രിയേറ്റീവ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. AI എന്നല്ല, ഏതൊരു ടെക്നോളജി ആണെങ്കിലും മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മാനുഷിക മൂല്യം കൂടുതലുള്ള ഒരു മേഖലയാണ്. കാരണം അതൊരു സൊസൈറ്റിയെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സാണ്. മറ്റൊരു മേഖല പോലെയല്ല. ഏത് ലോകത്തിലായാലും ഒരു സൊസൈറ്റിയെ ഓൾ ടുഗദർ കൺട്രോൾ ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്പേസാണ് മാധ്യമം. അതിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഒക്കെ വളർച്ച നടക്കുന്നത്. അപ്പോൾ അവിടെ AI വരുമ്പോൾ, AI എന്ന് പറയുന്നത് ഒരു അൽഗോരിതമാണ്. ശരിക്കും ഒരു ഡാറ്റ പ്രോസസ്സിങ് മാത്രമാണത്. അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെ കുറച്ചുകൂടി എഫക്റ്റീവാക്കാം, കുറച്ചുകൂടി ഫാസ്റ്റാക്കാം എന്ന് തന്നെ കടപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകൻ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്കില്ലാവേണ്ടത് നമുക്ക് മാനുഷികമായിട്ടുള്ള ചില കഴിവുകളിലാണ്. അതായത് നമുക്കത് ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആംഗിളിനെ, ഒരു വിഷയത്തെ മൾട്ടിപ്പിൾ ആംഗിളിലൂടെ അതിനെ കാണാൻ സാധിക്കുക. ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഇതൊന്നും AI ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. AI ചെയ്യുന്നത് ഒരു കോപ്പി അടി മാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ChatGPT, നമ്മളൊരു എന്താ പറയുക, ഒരു പ്രോംപ്റ്റ്, സെയിം പ്രോംപ്റ്റ് ChatGPTയിൽ കൊടുക്കുന്നു, അതേ പ്രോംപ്റ്റ് തന്നെ ജെമിനയിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും രണ്ട് തരത്തിലാണ് ഉത്തരം തരിക, ഒരേ കാര്യമാണെങ്കിൽ പോലും. എന്തുകൊണ്ടാണ്? രണ്ടിനെയും ട്രെയിൻ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഡാറ്റാ ബേസ് വെച്ചിട്ടാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ മനുഷ്യൻ എഴുതുന്ന പോലെ ഒരിക്കലും ഈ AIക്ക് എഴുതാൻ പറ്റില്ല. കാരണം അതിനെ ഈ പറയുന്ന പോലെ ഒരു മെക്കാനിസത്തിലൂടെയാണ് അത് വർക്കൗട്ട് ചെയ്യുക. ഒരു റിപ്പീറ്റേഷൻ സ്വാഭാവികമായിട്ടും ഇതിൽ വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും. സ്ഥിരമായി ChatGPT ഉപയോഗിക്കുന്നവർക്കറിയാം. ChatGPTയിൽ വരുന്ന ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതിനകത്ത് കുറേ സെൻറ്റൻസുകൾ റിപ്പീറ്റേഷൻ വരും. എല്ലാ മെയിലും ആ ഒരു പാറ്റേൺ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. AI വരുന്ന കാലത്ത് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് സത്യസന്ധതയാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ശരി, മറ്റേത് മേഖലയിലാണെങ്കിൽ ശരി, ഫേക്കുകൾ കൂടുതലായിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നൊരു സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ മാധ്യമ പ്രവർത്തകൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ്. ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, സത്യസന്ധമായ വാർത്തകൾ ആ സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ ഇതിൻ്റെ സത്യം എവിടെ എന്ന് അന്വേഷിച്ച് വരുമ്പോൾ അത് ഇവിടെ കിട്ടും, അത് ഇന്നയാൾ പറയുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ചാനൽ പറയുന്നതാണ് സത്യസന്ധത അല്ലെങ്കിൽ വ്യക്തമായ കാര്യം എന്ന സ്പേസിലേക്ക് നമ്മൾ വളരുന്ന ഒരു കാലത്ത് ആ മീഡിയയ്ക്ക് മാത്രമേ ഇനി നിലനിൽപ്പുണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും അതിനൊരു പോസിറ്റീവ് വൈബിലാണ് കാണാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമ്മളെ തകർക്കാൻ ഒരു ശക്തി വരുന്നുണ്ടെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ മുകളിൽ വിജയം കൈവരിക്കുക എന്നതുള്ളതാണല്ലോ ഒരു എന്താ പറയുക, ഒരാവേശം. നമ്മൾ മനുഷ്യരായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് ആ ഒരു വികാരത്തിൻ്റെ മുകളിലാണ്. ശരി, വരട്ടെ, വന്നാൽ കാണാം, അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ നിന്നെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യം ഞാൻ പഠിച്ചിരിക്കും എന്നൊരു ആവേശം. അപ്പോൾ എങ്ങനെ ഈ ഒരു ടെക്നോളജിയെ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് പകരം അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്ന രീതിയിൽ അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇനി പോയ വാരം മാധ്യമങ്ങളിൽ കണ്ട ചില ദൃശ്യങ്ങളെക്കുറിച്ച് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം കോഴ്സ് കോർഡിനേറ്റർ B. ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. പോയ വാരം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ 12-ലേറെ പേർ മരണപ്പെട്ട ഒരു ഉഗ്രസ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൻ്റെ ദൃശ്യം CCTVയിൽ ക്യാമറയിൽ പതിഞ്ഞത് ഓൺലൈനിൽ കാണുകയുണ്ടായി. ഇത്തരം സാഹചര്യങ്ങളിൽ ഓൺ ദ സ്പോട്ട് ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി കേസന്വേഷണത്തിന് സഹായിക്കുന്നതിൽ CCTV ക്യാമറകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തൊണ്ണൂറ്റിനാലാം വയസ്സിലും അത്ലറ്റിക് മത്സരത്തിന് ഇറങ്ങുകയും 4 സ്വർണം നേടുകയും ചെയ്ത രാജസ്ഥാൻ സ്വദേശി പനിദേവിയുടെ PTI പങ്കുവച്ച മനോഹരമായ ചിത്രം മാതൃഭൂമി പത്രത്തിൽ കണ്ടു. ചെന്നൈയിൽ നടന്ന ഏഷ്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലാണ് അവർ സ്വർണം നേടിയത്.
ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ ചിത്രങ്ങൾ പകർത്താൻ പോയ മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ജോസുകുട്ടി പനക്കലിന്റെ ക്യാമറ കണ്ട 2 ദൃശ്യങ്ങൾ വ്യത്യസ്തമായി തോന്നി. ഒരു കർഷകനെ ചുമന്ന് നടക്കുന്ന പോത്തിന്റെ ചിത്രവും വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീൻ തലയിൽ ചുമന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്ന ഉദ്യോഗസ്ഥന്റെ ചിത്രവുമായിരുന്നു ആ കൗതുക കാഴ്ചകൾ. പാലക്കാട് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കളിമൺ ശില്പ നിർമ്മാണ മത്സരത്തിൽ ഏർപ്പെട്ടിരുന്ന കുട്ടിയുടെ ചിത്രം മാതൃഭൂമിയിൽ കണ്ടു. ഫോട്ടോഗ്രാഫർ പി കൃഷ്ണ പ്രദീപ് ആണ് ശില്പത്തെയും ശില്പിയെയും ഒരു ഫ്രെയിമിൽ മനോഹരമായി കമ്പോസ് ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെ ജനജീവിതം ദുസ്സഹമാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പുകമഞ്ഞു കാരണം ന്യൂഡൽഹി നഗരത്തിൽ അനുഭവപ്പെട്ട ഗതാഗതക്കുരുക്കിന്റെ ഒരു ദൃശ്യം ജനയുഗം പത്രത്തിൽ കണ്ടു. കോവളത്തെ കടലിനടിയിൽ ഒരു കണ്ടെയ്നർ കണ്ടെത്തി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നർ ആണോ ഇതെന്ന് പരിശോധിച്ചു വരികയാണ്. ആഴക്കടലിൽ പോയി ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത് സ്കൂബ ഡൈവർമാരാണ് എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലായത്. വെള്ളത്തിനടിയിൽ പോയി ചിത്രങ്ങൾ പകർത്താൻ മുമ്പൊക്കെ പ്രത്യേകതരം ക്യാമറകൾ തന്നെ വേണമായിരുന്നു. എന്നാൽ ഇന്നിറങ്ങുന്ന ആക്ഷൻ ക്യാമറകളും സ്മാർട്ട് ഫോണുകളുമെല്ലാം അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയതാണ്. ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായി MBS യൂത്ത് കൊയർ അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ നിന്നുള്ള ഒരു ഗാനത്തോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കപ്പൽ ചുഴിയിൽ മറിയില്ലേ വിടില്ല ഞങ്ങൾ വിടില്ല വിടില്ല ഞങ്ങൾ വിടില്ല ഞങ്ങൾ തിരിഞ്ഞു നിൽക്കണ നെഞ്ചാണ് വിടില്ല ഞങ്ങൾ വിടില്ല ഞങ്ങൾ തിരിഞ്ഞു നിൽക്കണ നെഞ്ചാണ് Hey, let's